പുറപ്പാട് പുസ്തകത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. 15-ാമത്തെ അധ്യായത്തിൽ 25-26 വാക്യങ്ങളിൽ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഈ ആരാധനയുടെ സമയത്ത് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്, എന്നെ സൗഖ്യപ്പെടുത്തണം, ഈശോയെ എന്നെ സൗഖ്യപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. പ്രത്യേകിച്ച് രോഗപീഠകളായിട്ട് ക്ലേശിക്കുന്ന ആരെങ്കിലും നമ്മുടെ ഈ സമൂഹത്തിലുണ്ടെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും വലിയ രോഗങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈശോയുടെ കരം അവരുടെ മേലേക്ക് നീളപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് നമ്മൾ ഈ സമയം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കുകയാണ്. സ്തുതിക്കാം. ഹല്ലേലൂയ. ആരാധന 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 ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ വലിയ സാന്നിധ്യം, സൗഖ്യപ്പെടുത്തുന്ന സാന്നിധ്യം നമ്മുടെ മുമ്പിലുണ്ട്. കർത്താവിനെ തന്നെ നോക്കാം. കരങ്ങൾ 2 നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ഈശോയെ നോക്കുക. ഈശോയോട് പറയുക, പ്രത്യേകിച്ച് ഈ ആരാധനയുടെ സമയത്ത് നാളിതുവരെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളിലൂടെ കടന്നുപോയി അതിലെല്ലാം നമുക്ക് ലഭിച്ച സൗഖ്യത്തിന് ഈശോയ്ക്ക് നന്ദി പറയുക. ചെറിയ രോഗങ്ങളായിരിക്കാം, വലിയ രോഗങ്ങളായിരിക്കാം, ചില അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിച്ചു. വലിയ രോഗങ്ങളിൽ നിന്നൊക്കെ, ചിലപ്പോൾ ഡോക്ടർമാർ എഴുതി തള്ളിയ രോഗങ്ങളിൽ നിന്നൊക്കെ പോലും ഈശോ നമ്മളെ എന്തോരം വലിയ കരുണയോടെ കടാക്ഷിച്ച് നമ്മളെ സൗഖ്യപ്പെടുത്തി. ഇന്ന് ചിലപ്പോൾ ചില രോഗങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതൊന്ന് പ്രാർത്ഥിച്ച് കഴിക്കുന്ന മരുന്നുകളെ, നമ്മൾ പോയിട്ടുള്ള ആശുപത്രികളെ, നമ്മളെ ചികിത്സിച്ച ഡോക്ടേഴ്സിനെ, നമ്മളെ പരിചരിച്ച നേഴ്സുമാരെ എല്ലാവരെയും ഒന്ന് നന്ദിയോടെ ഓർത്ത് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. ചിലപ്പോൾ മറന്നു പോകുന്നൊരു കാര്യമായിരിക്കും. നമ്മൾ മരുന്ന് കഴിക്കും, നമ്മൾ ആശുപത്രികളൊക്കെ പോകുന്നു, പക്ഷേ നമ്മളെ ചികിത്സിച്ച നമ്മുടെ ഡോക്ടേഴ്സ്, നമ്മളെ പരിചരിച്ച സ്നേഹത്തോടെ നോക്കിയ നമ്മുടെ നേഴ്സുമാർ, അവർക്ക് വേണ്ടി എല്ലാം പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈശോ ഇന്ന് ഈ ആരാധനയുടെ സമയത്ത് നമുക്ക് നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ സൗഖ്യത്തിന് ഈശോ ഉപയോഗിക്കുന്ന കരങ്ങളാണ് നമ്മുടെ ആശുപത്രികളിൽ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന, ശുശ്രൂഷ ചെയ്യുന്ന ഡോക്ടർമാർ, നേഴ്സുമാരൊക്കെ, ആശുപത്രി മേഖലകളിലൊക്കെ, ആതുര ശുശ്രൂഷകൾ ചെയ്യുന്ന മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന, ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരും ഈശോയുടെ കരങ്ങളെ കൊടുത്ത് അവർക്ക് വേണ്ടി ഇത് പ്രാർത്ഥിച്ച്. നിങ്ങൾ ഈ കൂട്ടായ്മയിൽ ആരെങ്കിലും അങ്ങനെ ഈ മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഈശോയെ, ഞങ്ങളുടെ കരങ്ങൾ വഴി അങ്ങയുടെ സൗഖ്യം ഒരുപാട് മക്കളിലേക്ക് പ്രവേശിക്കാൻ, അവർക്കത് ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. നിങ്ങളുടെ അടുത്ത് വരുന്ന ഓരോ രോഗികളിലേക്കും ഈശോയുടെ സുവിശേഷം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഇങ്ങനെ ഒരു മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി പഠിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയൊക്കെ ഈ സമയം ഒന്ന് പ്രാർത്ഥിച്ച് ഈശോ തരുന്ന പ്രചോദനം അനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗം സൗഖ്യപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, പക്ഷേ ഈശോ ഈ സമയത്ത് നമുക്ക് ഒരു പ്രചോദനം തരികയാണ്. ഈ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ചിലപ്പോൾ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും, അവർ വലിയ രോഗത്തിൻ്റെ പീഡകൾ ചിലപ്പോൾ അവരെ ഭയപ്പെടുത്തുന്നുണ്ടാകും. അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും. നാളിതുവരെ നമ്മളെ ചികിത്സിച്ച എല്ലാ ഡോക്ടർമാരും, നമ്മൾക്ക് ശുശ്രൂഷ ചെയ്ത എല്ലാ നേഴ്സുമാർ, നമ്മൾ നാളിതുവരെ പോയിട്ടുള്ള എല്ലാ ആശുപത്രികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയെ, അങ്ങ് തന്നൊരു പ്രചോദനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അനുഗ്രഹിക്കണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ ഈ സമയങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ആശുപത്രികളിലൊക്കെ ക്ലേശിക്കുന്നുണ്ടെങ്കിൽ, രോഗപീഠകളിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, ഈ ദിവസങ്ങൾക്ക് വിവിധ സർജറികൾക്ക് വിധേയരാകുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ICUവിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈശോയെ, കുഞ്ഞു മക്കൾക്ക് വേണ്ടി, കുഞ്ഞു മക്കൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഉദര സംബന്ധമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, ഉദരത്തിലെ കുഞ്ഞുങ്ങളെ വഹിക്കുന്നവർ, അവർ കടന്നു പോകുന്ന രോഗങ്ങൾ, ആ ബുദ്ധിമുട്ടുകൾക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ശരീരത്തെ ആത്മാവിനെല്ലാം ബലപ്പെടുത്തണമേ. ഏശയ്യാ പ്രവാചകനോട് അങ്ങ് അരുളി ചെയ്തതുപോലെ അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ. കഴുകനെ പോലെ അവർ ചിറകടിച്ചുയരട്ടെ. കർത്താവിൻ്റെ കരത്തിൻ്റെ സ്പർശനം, സൗഖ്യം അവരറിയട്ടെ. ഈശോ, ഇന്ന് ഈ ആരാധിക്കുന്ന സമയത്ത് ഞങ്ങൾ കടന്നു പോകുന്ന രോഗങ്ങൾ, ഞങ്ങളുടെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ വേദനിക്കുന്ന ഞങ്ങളുടെ അസ്ഥികൾ, സന്ധിബന്ധങ്ങൾ, ഈശോയെ, ആന്തരിക അവയവങ്ങൾ, ഞങ്ങളുടെ സ്കിൻ, ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ, ഞങ്ങളുടെ ആന്തരിക അവയവങ്ങൾ അങ്ങേക്കറിയാമല്ലോ. ഞങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ എൻജിനീയറിംഗ് നടത്തിയ അങ്ങേക്കറിയാം. ഇപ്പോൾ രോഗബാധിതമായ എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ, എൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥതകളെല്ലാം ഈശോയെ സമയം തരിക. കർത്താവെ, ധ്യാന കേന്ദ്രത്തിലേക്ക്
വിവിധ രോഗങ്ങൾ പറഞ്ഞ് എഴുതി അയച്ചവർ, ഇമെയിലിൽ അയച്ചവർ, വിളിച്ചു പറഞ്ഞവർ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചവർ, എല്ലാ രോഗികൾക്ക് വേണ്ടി സമയം പ്രാർത്ഥിക്കുക. ഇന്ന് ഈ ആരാധനയിൽ അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുന്ന, പ്രത്യേകിച്ച് വലിയ രോഗങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഈ സമയം തന്നെ സൗഖ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ ഇവിടെ നാളിതുവരെ ഈ ധ്യാനകേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചു, ഓൺലൈനിലൂടെ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിച്ചവർ, രോഗപീഠകളാൽ അവരാരേലും ക്ലേശിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം അവരെ സൗഖ്യപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, തളർന്ന കാൽമുട്ടുകളെല്ലാം ബലം പ്രാപിക്കട്ടെ, എല്ലാ അസ്ഥിബന്ധങ്ങളും ബലം പ്രാപിക്കട്ടെ, ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയ ശരീരത്തിൻ്റെ അവയവങ്ങൾ ബലം പ്രാപിക്കട്ടെ, സെല്ലുകൾക്ക് പുതുജീവൻ ഉണ്ടാവട്ടെ, ന്യൂറൽ സിസ്റ്റം, നെർവസ് സിസ്റ്റം ഒക്കെ ആക്റ്റീവ് ആവട്ടെ, രക്തസംബന്ധമായ രോഗങ്ങൾ സൗഖ്യപ്പെടട്ടെ. ഈശോയെ, ഹൃദയ സംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകളും ഈ സമയം സൗഖ്യപ്പെടട്ടെ, ശ്വാസകോശത്തിൻ്റെ മേലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഈ സമയം സൗഖ്യപ്പെടട്ടെ, ആന്തരിക അവയവങ്ങൾ, ദഹന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട അവയവങ്ങൾ ഈ സമയം സൗഖ്യം പ്രാപിക്കട്ടെ, പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളും സൗഖ്യം പ്രാപിക്കട്ടെ. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കും. ഈ സമയത്ത് പറഞ്ഞ രോഗപീഠകൾ മാത്രമല്ല, നിങ്ങൾക്കറിയാം നിങ്ങൾ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം ഈശോയ്ക്ക് കൊടുക്ക്. ഈ ശരീരത്തെ മെനഞ്ഞെടുത്തവൻ, ഈ മനസ്സ് തന്നവൻ സൗഖ്യം തരാൻ ശക്തനാണ്. അത്യുന്നതന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും, എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ ആവസിക്കും. ഞാൻ സൗഖ്യം പ്രാപിക്കും, കഴുകനെ പോലെ ഞാൻ ചിറകട്ടിച്ചു. എൻ്റെ കാൽമുട്ടുകൾ ബലം പ്രാപിക്കും, എൻ്റെ അസ്ഥിബന്ധങ്ങൾ ബലം പ്രാപിക്കും, എൻ്റെ സ്കിന്ന് ശക്തിപ്പെടും, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ സൗഖ്യപ്പെടും, എൻ്റെ ആന്തരിക അവയവങ്ങൾ സൗഖ്യപ്പെടും, എൻ്റെ മനസ്സ് ബലപ്പെടും, എൻ്റെ പ്രിയപ്പെട്ടവർ ഈ സമയം സൗഖ്യപ്പെടും. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. കർത്താവേ, എത്ര നാളായിട്ട് കഷ്ടപ്പെടുക. ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ക്യാൻസർ രോഗികൾ വലിയ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു, വർഷങ്ങളായിട്ട് മരുന്നുകൾ കഴിക്കുന്നു. ഈശോയെ, എത്ര കാലം ഈ വേദനയായിട്ട് നിന്റെ മുമ്പിൽ നിൽക്കും? നിന്റെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ, കൈയുയർത്തി പ്രാർത്ഥിക്കാൻ, അല്പനേരം ഒന്ന് ഇരുന്നോ നിന്നോ പ്രാർത്ഥിക്കാൻ പറ്റാത്ത രീതിയിൽ ശരീരത്തിന്റെ വേദനകൾ, തളർച്ചകൾ, കർത്താവേ, അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഞങ്ങളുടെ മക്കൾ പ്രാർത്ഥിക്കുകയാണ്. ഈ വചന കൂടാരത്തിൽ നാളിതുവരെ മുഴങ്ങിക്കേട്ട എല്ലാ വചനത്തിന്റെ അഭിഷേകം ടാപ്പ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ അർപ്പിക്കപ്പെട്ട ഓരോ പരിശുദ്ധ ബലികളുടെയും യോഗ്യത സ്വീകരിച്ചുകൊണ്ട് അങ്ങയുടെ ശരീരവും രക്തവും ഇറങ്ങി വന്ന ഈ അൾത്താരെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സൗഖ്യം തരണമേ കർത്താവേ. അതരം തുറന്ന് ശക്തമായിട്ടൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഈശോയെ, അങ്ങയുടെ അത്യുന്നതമായ ശക്തി, മറ്റാർക്കുമില്ലാത്ത അങ്ങയുടെ സൗഖ്യത്തിന്റെ ശക്തി ഞങ്ങളുടെ കൂട്ടായ്മയിലെ എല്ലാ രോഗികളുടെ മേലേക്ക് അങ്ങ് അയക്കണമേ. ആശുപത്രികളിലെ ഭവനങ്ങളിലെ രോഗങ്ങളാൽ ക്ലേശിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് അങ്ങയുടെ സൗഖ്യത്തിന്റെ കരം അയക്കണമേ. അങ്ങേക്ക് അസാധ്യമായ ഒന്നുമില്ല. അങ്ങ് കടന്നുപോയ വഴികളിൽ അങ്ങയുടെ സാന്നിധ്യം അറിഞ്ഞവർ സൗഖ്യപ്പെട്ടു. അങ്ങ് കരം നീട്ടാൻ പറഞ്ഞപ്പോ കരം നീട്ടിയവർ ശക്തിപ്പെട്ടു. അങ്ങ് തൊട്ടവർ സൗഖ്യപ്പെട്ടു. അങ്ങയെ തൊട്ടവർ സൗഖ്യപ്പെട്ടു. പരിശുദ്ധ കുർബാനയെ സമീപിക്കുന്ന സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധ കുർബാനയെ മുറുകെ പിടിക്കുന്ന ഞങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധ കുർബാനയെ ആരാധിക്കുന്ന ഞങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, സൗഖ്യം നൽകണമേ, രോഗപീഠകളിൽ നിന്ന് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആരാധന, 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 ആരാധന. ഈശോയെ, ആരാധന. കരങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, കരങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് ഈശോയുടെ സാന്നിധ്യം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈശോ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, ഇപ്പോൾ വേദന സഹിച്ചൊക്കെ നിൽക്കാൻ പറ്റുമെന്ന് നോക്കുക. ഈശോയെ, നിന്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടി എന്നെ സൗഖ്യപ്പെടുത്തണമെന്ന് പറഞ്ഞ് മുട്ടുകുത്തിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ സമയത്ത് ഈശോയുടെ കരം പിടിച്ചെന്ന് മുട്ടുകുത്തിയെന്ന്. എനിക്ക് വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല ഈശോയെ. എനിക്ക് നിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കാൻ, നിന്റെ മുമ്പിൽ നിൽക്കാൻ, വേദനയില്ലാതെ നിന്നെ ആരാധിക്കാൻ എന്നെ ഒന്ന് ശക്തിപ്പെടുത്താൻ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഒരു മനുഷ്യൻ അൾത്താരിൽ നിന്ന് പറയുന്നതിൻ്റെ ആയിട്ടല്ല, നീ കേൾക്കുന്നൊരു സ്വരം ഒരു മൈക്കിലൂടെ വരുന്നതല്ല. ഈശോയുടെ സ്വരം സ്വർഗത്തിൽ നിന്ന് കേൾക്ക്. എനിക്ക് അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഈശോ ചോദിക്കാം. ഇവിടെ വേദനയുള്ള ആ രോഗബാധിതമായ ശരീരത്തിൻ്റെ അവയവത്തിലേക്ക് ഇവിടെ കരമൊന്ന് ചേർത്ത് പിടിച്ചു. ഇവിടെ പ്രിയപ്പെട്ടവരാരെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് മനസ്സിൽ കണ്ട് അവർക്ക് വേണ്ടി സമയം പ്രാർത്ഥിച്ചു. ഈശോയെ, ഞങ്ങൾ വിശ്വസിക്കുകയാണ്, അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. ശിരസ് മുതൽ ഉള്ളംകാല വരെ വേദനകൾ അനുഭവിക്കുന്നവർ, സഹിക്കുന്നവർ, മടുത്തു പോയവർ, തളർന്നു പോയവർ, ഒത്തിരി മരുന്ന് കഴിച്ച് മനസ്സുപോലും മടുത്തു പോയവർ,
സൗഖ്യപ്പെടുത്തണം ഈശോയെ. വലിയ മനസ്സിൻ്റെ ആഘാതങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, ട്രോമകളിലൂടെ, ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരു കർത്താവെ സൗഖ്യപ്പെടുത്തണമേ. നിങ്ങളുടെ സ്നേഹം ഒഴുക്കി അവരുടെ ഹൃദയങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. നിങ്ങളുടെ സമാധാനം നൽകി മനസ്സിനെ സൗഖ്യപ്പെടുത്തണമേ. നിങ്ങളുടെ പരിശുദ്ധി നൽകി ആത്മാവിനെ സൗഖ്യപ്പെടുത്തണമേ. നിങ്ങളുടെ ശരീരത്തിലേറ്റ ഓരോ മുറിവുകളാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ വേദനകളെ സൗഖ്യപ്പെടുത്തണമേ. യേശയ്യാ പ്രവാചകനോട് അങ്ങ് അരുളിച്ചതുപോലെ ഞങ്ങളുടെ വേദനകളാണ് അങ്ങ് ചുമന്നത്, ഞങ്ങളുടെ ക്ഷതങ്ങളാണ് അങ്ങയുടെ ശരീരത്തിൽ ഏറ്റെടുത്തത്. അങ്ങയുടെ മുറിവിനാൽ ഞങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. അങ്ങേറ്റ വേദനകളാൽ ഞങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോയെ സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ തിരുരക്തമൊഴുക്കി ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ പരിശുദ്ധ കരം നീട്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം സൗഖ്യപ്പെടുത്തണമേ. ഈശോയെ സൗഖ്യം നൽകണമേ, ശക്തി അയക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ, ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കൂട്ടായ്മകളുടെ മേൽ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേൽ, ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നവരുടെ മേൽ സൗഖ്യം അയക്കണമേ. ഈശോയെ 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 സൗഖ്യം നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഒന്നു തൊട്ടാലും നാഥ സൗഖ്യം തന്നാലും ഈശോയെ നിൻ കരാങ്കുലി സ്പർശനത്താൽ പൂർണ്ണ സൗഖ്യം ഞാൻ നേടിടും. നിൻ കരാങ്കുലി സ്പർശനത്താൽ പൂർണ്ണ സൗഖ്യം ഞാൻ നേടിടും. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, നാവിന് ബുദ്ധിമുട്ടുള്ളവർ ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് അവരെല്ലാം കൊടുക്കുക. കാഴ്ച സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുള്ളപ്പോൾ അങ്ങനെ ക്ലേശിക്കുന്നവരെയൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരെല്ലാം ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കുക. ഈ സമയം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈശോയെ അങ്ങയുടെ പ്രകാശം അയച്ച് എൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തി എൻ്റെ കണ്ണുകൾക്ക് പ്രകാശം നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങയുടെ ആത്മാവിനെ അയച്ച് എൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തി എൻ്റെ കണ്ണുകൾക്ക് പ്രകാശം നൽകണമേ. കേൾവി സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകളുള്ളവർ പ്രാർത്ഥിക്കും. മറ്റൊന്നിനു വേണ്ടിയല്ല കർത്താവേ, നിൻ്റെ സ്വരം കേൾക്കണം, നിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി എൻ്റെ കാതുകൾ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കും. ഈശോയെ നിൻ്റെ ദേവാലയത്തിൽ വന്ന് നിൽക്കാൻ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. മറ്റൊന്നിനു വേണ്ടിയല്ല, നിന്നെ ആരാധിക്കാൻ എനിക്ക് ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. നിന്റെ നേരെ കരം നീട്ടിപ്പിടിക്കാൻ എൻ്റെ കൈമുട്ടുകളെ, കാൽമുട്ടുകളെ, നിന്റെ മുമ്പിൽ നിൽക്കാൻ എൻ്റെ കാൽമുട്ടുകളെ, എൻ്റെ സന്ധിബന്ധങ്ങളെ സൗഖ്യപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കും. എന്നെ എഴുന്നേൽപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചു ഈശോയോട്. എന്നെ എഴുന്നേൽപ്പിക്കണേ കർത്താവ്, എൻ്റെ പ്രിയപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. കഴുകനെ പോലെ അവർ ചിറകടിച്ചു വരും, കഴുകനെ പോലെ അവർ ചിറകടിച്ചു വരും. രണ്ട് കരങ്ങളെ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച്, രണ്ട് കരങ്ങളെ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. ഒരിക്കൽ കൂടി ശക്തമായിട്ടൊന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്നെ ആരാധിക്കാൻ കണ്ണുകൾ തുറക്കട്ടെ, നിന്നെ ആരാധിക്കാൻ കാതുകൾ തുറക്കട്ടെ, നിന്നെ ആരാധിക്കാൻ നാവ് തുറക്കട്ടെ, നിന്നെ ആരാധിക്കാൻ സന്ധിബന്ധങ്ങളെ സൗഖ്യം പ്രാപിക്കട്ടെ, നിന്നെ ആരാധിക്കാൻ ശരീരം സൗഖ്യപ്പെടട്ടെ, അങ്ങേ ആരാധിക്കാൻ എൻ്റെ ആത്മാവ് ബലം പ്രാപിക്കട്ടെ, അങ്ങേ സ്നേഹിക്കാൻ എൻ്റെ മനസ്സ് ശക്തിപ്പെടട്ടെ. ഈശോയെ, നിന്റെ തിരുരക്തം ഒഴുക്കി എന്റെ രക്തധമനികളെ സൗഖ്യപ്പെടുത്തണമേ, എന്റെ ഹൃദയത്തിന്റെ വാൽവുകളെ സൗഖ്യപ്പെടുത്തണമേ. ഈശോയെ, എന്റെ രക്താണുക്കളെ സൗഖ്യപ്പെടുത്തണമേ. നിന്റെ ശരീരം എന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് എന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും സൗഖ്യപ്പെടുത്തണമേ കർത്താവേ. എന്റെ പ്രിയപ്പെട്ടവരെ സൗഖ്യപ്പെടുത്തണേ കർത്താവേ. നീ കിടന്ന കിടക്കയായ കുരിശിലേക്ക് എന്റെ ശരീരത്തെ കൂടി ഞാൻ നേർത്ത് വെക്കുന്നു കർത്താവേ. ആ കുരിശിൽ നിന്ന് ശക്തി അയച്ച് എന്നെ എന്റെ പ്രിയപ്പെട്ടവരെ സൗഖ്യപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. സൗഖ്യം നൽകണമേ കർത്താവേ, ശക്തി അയക്കണമേ കർത്താവേ. സ്വർഗത്തിൽ നിന്ന് അത്യുന്നതന്റെ ആ സാന്നിധ്യത്തിന്റെ ശക്തി ഞങ്ങളിലേക്ക് അയക്കണമേ. ഈശോയെ, നിന്റെ കർത്താവായി, നിന്റെ രക്ഷകനായി ഏറ്റുപറയുന്ന ഞങ്ങൾ രക്ഷ പ്രാപിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. റോമ 10:9 വചനത്തിന്റെ അഭിഷേകത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവാണെന്ന് ഏറ്റു പറഞ്ഞാൽ നീ രക്ഷ പ്രാപിക്കും, നിന്റെ ആത്മാവ് രക്ഷ പ്രാപിക്കും, നിന്റെ മനസ്സ് രക്ഷ പ്രാപിക്കും, നിന്റെ ശരീരം രക്ഷ പ്രാപിക്കും, നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ആഗ്രഹത്തോടെ ശ്രദ്ധിക്കട്ടെ. ഈശോയെ, സൗഖ്യം നൽകണമേ, എന്നെ സൗഖ്യപ്പെടുത്തണമേ, എന്റെ പ്രിയപ്പെട്ടവരെ സൗഖ്യപ്പെടുത്തണമേ. ഈ രോഗം ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ, ഈ സഹനം ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ.
പ്രാപിക്കണമേ. നിന്റെ കർത്താവാണെന്ന് ഏറ്റുപറയാൻ, വിശ്വസിക്കാൻ, പ്രഖ്യാപിക്കാൻ കർത്താവേ ഈ രോഗത്തെ അങ്ങ് അഭിഷേകമാക്കണമേ, അനുഗ്രഹമാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവേ നിന്റെ കരത്തിന്റെ സ്പർശനത്താൽ സൗഖ്യം പ്രാപിക്കട്ടെ. നിന്റെ കരത്തിന്റെ സ്പർശനത്താൽ സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോയെ തൊട്ടാലും നാഥ സൗഖ്യം തന്നാലും നിൻ കരാങ്കുലി സ്പർശനത്താൽ പൂർണ്ണ സൗഖ്യം ഞാൻ നേടിടും. ഈശോയെ ശരീരത്തിന്റെ മേലുള്ള തിന്മയുടെ എല്ലാ കരങ്ങളെയും ഞങ്ങൾ വിടുവിക്കുന്നു. സ്പർശനത്താൽ പൂർണ്ണ സൗഖ്യം ഞാൻ നേടിടും. ശരീരത്തിന്റെ മേല് പിശാച് വെച്ചിരിക്കുന്ന എല്ലാ കെണികളെയും ചങ്ങലകളെയും അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ഞങ്ങൾ മുറിച്ച് അങ്ങയുടെ കാൽച്ചോട്ടിലേക്ക് തരുന്നു. ഈശോയെ തിന്മ ഏൽപ്പിച്ച ഏതെങ്കിലും തരത്തിലുള്ള രോഗപീഠകൾ, മാനസിക സംഘർഷങ്ങൾ, നിരാശകൾ ഈ മക്കളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അങ്ങയുടെ നാമത്തിൽ, അങ്ങയുടെ പരിശുദ്ധ രക്തത്തിൻ്റെ ശക്തിയിൽ, അങ്ങയുടെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ, അങ്ങയുടെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൻ്റെ ശക്തിയിൽ അവയെല്ലാം മുറിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് അങ്ങയുടെ കുരിശിൻ ചുവട്ടിലേക്ക്, അങ്ങയുടെ കാൽ ചുവട്ടിലേക്ക് തരുന്നു. അവയെല്ലാം നിഷ്കാസനം ചെയ്യുന്നു. ഇനി ഒരിക്കലും തിരിച്ചു വന്ന് ഇന്ന് ഈ ആരാധിക്കുന്ന ഈ മക്കളിലേക്ക്, ഇവരുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ രോഗപീഠകൾ ഇനി വന്നവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ, യേശുവിൻ്റെ പരിശുദ്ധ സാന്നിധ്യത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ നാമങ്ങളും മുട്ടുമടങ്ങുന്ന യേശുവിൻ്റെ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ശരീരം ശക്തിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ സന്ധിബന്ധങ്ങൾ ശക്തിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ രക്തധമനികൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ആന്തരിക അവയവങ്ങൾ ശക്തി പ്രാപിക്കട്ടെ. ഈ ആരാധനയുടെ സമയം തന്നെ കർത്താവേ അങ്ങയുടെ കരം ഈ മക്കളുടെ മേലേക്ക് ഉയർന്നു നിൽക്കണമേ. അങ്ങേ എടുത്ത് ഉയർത്തി ഈ മക്കളെ ഈ സമയം ആശീർവദിക്കുമ്പോൾ, ദിവികാരന്റെ അനുഗ്രഹം കൊടുക്കുമ്പോൾ അങ്ങയുടെ കരം ഈ മക്കളുടെ മേലേക്ക് ഉയർന്നു നിൽക്കട്ടെ. അവരുടെ കുടുംബത്തിന്റെ മേലേക്ക് ഉയർന്നു നിൽക്കട്ടെ. നസ്രായനായ യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ ശക്തി ഇപ്പോ ഈ മക്കളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ലിയോ മാർപ്പാപ്പയുടെ ആചാര്യ ശുശ്രൂഷയ്ക്ക് പൂർണ്ണമായും കീഴ്പ്പെട്ട് നിന്നുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി സമയം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം ഈ മക്കളുടെ മേലേക്ക് നീട്ടണമേ, സൗഖ്യപ്പെടുത്തണമേ, സൗഖ്യപ്പെടുത്തണമേ. ഈശോയെ ബ്രെയിൻ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഈ സമയം സൗഖ്യപ്പെടട്ടെ. ഈശോയെ ഈ സമയം ശക്തിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലവേദന, വലിയ മൈഗ്രെയിൻ, വർഷങ്ങളായിട്ട് മൈഗ്രെയിനും മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ ഈ സമയം അങ്ങ് സൗഖ്യപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അസ്ഥി സംബന്ധമായിട്ട്, നടുവ് സംബന്ധമായിട്ടുള്ള വേദനകള് കഷ്ടപ്പെടുന്ന മക്കളെ ഈ സമയം സൗഖ്യപ്പെടുത്തണമേ. അവരെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശക്തി അയക്കണമേ, ഉന്നതത്തിൽ നിന്ന് ശക്തി അയച്ച് ഞങ്ങളുടെ രോഗപീഠകളെല്ലാം ഈ സമയം അങ്ങ് ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സൗഖ്യം നൽകണമേ. നിൻ കരാങ്കുലി സ്പർശനത്താൽ ഞാൻ സൗഖ്യം പ്രാപിക്കട്ടെ. ഈരടികളോട് ചേർന്ന് പ്രാർത്ഥിക്കാം, ഈരടികളോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഒന്ന് തൊട്ടാലും സൗഖ്യം തന്നാലും, ഈശോയെ നാഥ സൗഖ്യം തന്നാലും, നിൻ കരാങ്കുലി സ്പർശനത്താൽ പൂർണ്ണ സൗഖ്യം ഞാൻ നേടിടും. എല്ലാരും ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. ഒന്നു തൊട്ടാലും നാഥ സൗഖ്യം തന്നാലും, നിൻ കരാങ്കുലി സ്പർശനത്താൽ പൂർണ്ണ സൗഖ്യം ഞാൻ നേടിടും. ഈശോയെ, അങ്ങ് തൊട്ട ആ രണ്ട് അന്ധയാചകർ അങ്ങ് വിളിച്ച് പ്രാർത്ഥിച്ചത് കർത്താവേ ഞങ്ങളിൽ കനിയണമേ എന്നാണ്. തൻ്റെ പ്രിയപ്പെട്ട മകളുടെ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച ആ വ്യക്തി പ്രാർത്ഥിച്ചത് കർത്താവേ എൻ്റെ മകളെ സൗഖ്യപ്പെടുത്തണേ എന്നാണ്. തൻ്റെ വൃത്തിനെ സൗഖ്യപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച് ശതാധിപൻ ചോദിച്ചത് കർത്താവേ അങ്ങൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ലെന്നാണ്. 38 വർഷം കൊളക്കരയിൽ കിടന്ന രോഗി പ്രാർത്ഥിച്ചത് കർത്താവേ ജലമിളകുമ്പോൾ എന്നെ ആ വെള്ളത്തിലേക്ക് ഇറക്കാൻ ഒരാളില്ലെന്നാണ്. തൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ മർത്തായും മറിയവും വിളിച്ചത് ഇങ്ങനെയാണ്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ്. എല്ലാ സൗഖ്യവും നടന്നത്, മരണത്തിൽ നിന്ന് പോലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചത് ഈശോയെ കർത്താവേ എന്ന് വിളിച്ചപ്പോഴാണ്. പ്രാർത്ഥിക്കുക, എൻ്റെ രോഗത്തിൻ്റെ മേൽ അധികാരം എൻ്റെ കർത്താവിനാണ്. ത്യാഗത്തോടെ നമുക്ക് എല്ലാവർക്കും മുട്ടിന്മേലായിരിക്കും. 2 കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കും. തോമാസ് ലീഹ വിശ്വസിച്ച് പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. മക്കളെ, നിങ്ങളുടെ രോഗങ്ങൾ മാത്രമല്ല
നിങ്ങൾ ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന സമയത്ത് എന്തൊക്കെ നിയോഗങ്ങൾ മനസ്സിലുണ്ടോ അത് ഈ അധികാരമുള്ള കർത്താവിന് കൊടുക്കുക. ഈ രോഗവും കടവും വേദനയും ബുദ്ധിമുട്ടുകളും, ജോലി നഷ്ടപ്പെട്ടത്, കുഞ്ഞുങ്ങളില്ലാത്തത്, വിവാഹം നടക്കാത്തത്, നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയത് എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. ഇപ്പൊ കടന്നു പോകുന്ന ആ ഒരു മാനസിക സംഘർഷമില്ലേ, വേദനയില്ലേ, ആ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. അധികാരം കർത്താവിനാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. തോമാസ് ലീഹ വിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ ഈ സമയം വിളിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈ സമയം അൾത്താരയിൽ നിന്ന് ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കണം. സമയം ഇതിങ്ങനെ പ്രാർത്ഥിക്കും. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ഇവിടെ എല്ലാ നിയോഗങ്ങളും കൊടുത്തുകൊണ്ട് ആവർത്തിച്ച് പ്രാർത്ഥിച്ചേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ആവർത്തിച്ച് പ്രാർത്ഥിച്ചേ. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, 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 എൻ്റെ ദൈവമേ, അങ്ങേക്കെന്നെന്നും ആരാധന. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങേക്കെന്നെന്നും ആരാധന.